ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ റീസെൻ്റായി റിലീസായ നെല്ലിക്കാംപൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന മൂവിയുടെ കഥയാണ്. ഒരു കുതിരക്കാലുകളുള്ള ഭീകരരൂപം ആ നാടിനെ വിറപ്പിക്കുന്നു. അത് അവരുടെ കാവൽ ദൈവമായ കൂളിയായിരുന്നു. ആ ഭീകരരൂപിക്ക് പുറകിലെ സത്യം എന്താണ്? കഥയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കഥയിലെ ഹീറോ ശ്യാമിനെ കാണിക്കുന്നു. പഠിപ്പൊക്കെ കഴിഞ്ഞ ശ്യാം സ്വന്തം നാടായ നെല്ലിക്കാംപൊയിൽ എത്തുന്നു. ശ്യാമിന്റെ വോയിസ് ഓവറിലാണ് മൂവിയുടെ തുടക്കം. നെല്ലിക്കാംപൊയിൽ, ഇതാണ് എന്റെ നാട്. എന്റെ നാട്ടുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഇല്ലാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും. രാത്രിയായാൽ ചിറകും വിരിച്ച് നാടിന്റെ കാവൽ ദൈവമായ കൂളി പോക്കുവരവിനിറങ്ങും എന്നൊക്കെയാണ് ഇവരുടെ വിശ്വാസം. എല്ലാവർക്കും ഏറ്റവും പേടി കൂളിയെയാണെന്നും പറഞ്ഞാണ് ശ്യാമിന്റെ വോയിസ് ഓവർ അവസാനിക്കുക. ശ്യാം വീട്ടിലെത്തുമ്പോൾ കുറെ നാളുകൾക്ക് ശേഷം മകനെ കണ്ടതിന്റെ സന്തോഷത്തിലായിരുന്നു അവന്റെ അമ്മ. വീട്ടിൽ വന്നയുടനെ ഫ്രഷായി ശ്യാം അവന്റെ ഫ്രണ്ടായ രാജേഷിനെയും അണ്ണനെന്ന് വിളിക്കുന്ന അവന്റെ ഫ്രണ്ടിനെയും മീറ്റ് ചെയ്യാനെത്തും. ഒരു വലിയ കുന്നിന്റെ മുകളിലെത്തി ശ്യാം കൊണ്ടുവന്ന മദ്യം അവർ കുടിച്ചുകൊണ്ട് ശ്യാം ഇല്ലാത്തപ്പോൾ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നു. ആ നാട്ടിലുണ്ടായിരുന്ന ഒരാൾ നൈറ്റ് ടൈമിൽ ഇവിടെ ഇരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ കുതിരക്കാലുകളുള്ള ഒരു മനുഷ്യനെ കണ്ട് ഭയന്ന് മലമുകളിൽ നിന്ന് താഴെ വീണെന്നും അവർ ശ്യാമിനോട് പറയും. മദ്യം 4 ഗ്ലാസ്സിൽ ഒഴിക്കുന്നത് കണ്ട് നമ്മൾ 3 പേരല്ലേ, അതിന് നീ എന്തിനാണ് 4 ഗ്ലാസ്സിൽ ഒഴിക്കുന്നത് എന്ന് ശ്യാം ചോദിക്കുന്നു. ഒരു ഗ്ലാസ്സിലെ മദ്യം ആത്മാക്കൾക്കാണെന്നും രാജേഷ് പറയും. ഓരോ അന്ധവിശ്വാസം ആണെന്ന് പറഞ്ഞ് ശ്യാം ഇതൊക്കെ ചിരിച്ചു തള്ളുന്നു. ആട്ടെ, നീ വന്നിട്ട് ധന്യയെ കാണാൻ പോയോ എന്ന് അണ്ണൻ ചോദിക്കുമ്പോൾ ഇല്ലെന്ന് ശ്യാം പറയും. എങ്കിൽ പെട്ടെന്ന് പോയിക്കോ, അല്ലെങ്കിൽ അവൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോകുമെന്നും രാജേഷ് പറയും. ഇത് ശ്യാമിന് അത്ര രസിക്കില്ല. സോ ഇന്ന് ഇത്രയും മതിയെന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന കള്ളുകുപ്പിയുമായി ശ്യാം വീട്ടിലേക്ക് പോകുന്നു. ഇവർ പോയതിനു ശേഷം ആത്മാക്കൾക്കായി അവൻ ഒഴിച്ചു വെച്ചിരുന്ന ഗ്ലാസ്സിലെ മദ്യം തന്നെ തീർന്നു പോകുന്നതായി കാണിക്കും. അന്ന് നൈറ്റ് ശ്യാമിനോട് അവന്റെ അമ്മ നാട്ടിലെ ഉത്സവത്തിന് നീ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അവൻ സ്നേഹിക്കുന്ന ധന്യ ഒരുപാട് ഡിറ്റക്റ്റീവ് സ്റ്റോറികളൊക്കെ വായിക്കുന്നയാളായിരുന്നു. അവൾക്ക് നല്ല ധൈര്യശാലിയായ ഒരാളെ പ്രണയിക്കണമെന്നുള്ളത് കൊണ്ടാണ് അവൾ ശ്യാമിനെ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ അവളുടെ ഫ്രണ്ടായ വിദ്യക്ക് ശ്യാമിനെ അത്രയങ്ങ് ഇഷ്ടമായിരുന്നില്ല. ശ്യാമിനെ കുറിച്ചുള്ള നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് ധന്യയെ അവൾ ഈ അഫെയറിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ധന്യയും ശ്യാമും എപ്പോഴും കണ്ടുമുട്ടുന്നത് അവിടുത്തെ വായനശാലയിലാണ്. ശ്യാം വന്നതറിഞ്ഞ് ധന്യ അവനെ മീറ്റ് ചെയ്യാൻ എത്തുന്നു. രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ ഫ്രണ്ട്സ് അവനെ എക്സ് മിലിറ്ററിക്കാരനായ മാസപ്പൻ എന്നയാളുടെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. തലേന്ന് നൈറ്റ് അമ്പലത്തിലെ ഉത്സവം കൂടാൻ പോകാനിറങ്ങിയ വാസപ്പൻ കുതിരക്കാലുകളുള്ള ഒരു മനുഷ്യനെ കണ്ടു അത്രേ. നടന്ന കാര്യങ്ങൾ വാസപ്പൻ ഒരു വിറയലോടെ അവിടെ കൂടി നിന്നവരോട് പറയുന്നു. താൻ അമ്പലത്തിലേക്ക് പോകുന്നതിനിടയിൽ ആരോ സ്പീഡിൽ ഓടുന്നത് പോലെ തോന്നി. അത് ആരാണെന്ന് നോക്കിയപ്പോൾ അടുത്ത് താമസിക്കുന്ന നാണു മുത്തശ്ശിയായിരുന്നു അത്. മുത്തശ്ശിയും ഉത്സവത്തിനായിട്ടാണ് പോകുന്നതെന്ന് കരുതി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ പുറകെ ചെന്നെന്നും എന്നാൽ വളരെ സ്പീഡിൽ മുത്തശ്ശി പാഞ്ഞു പോകുകയായിരുന്നെന്നും ആ പുറകെ ഓടിപ്പോയി ഞാൻ കണ്ടത് നാണു മുത്തശ്ശിക്ക് പകരം കുതിരക്കാലുകളുള്ള ഒരു വിരൂപ രൂപിയായിരുന്നെന്നും വാസപ്പൻ പറയും. അടുത്ത ദിവസം രാവിലെ നാണു മുത്തശ്ശിയോട് ഞാൻ വിളിച്ചിട്ട് എന്താ കേൾക്കാതെ പോയതെന്നും മുത്തശ്ശി എന്തിനാണ് രാത്രി ആ വഴിയെ പോയതെന്നും വാസപ്പൻ തിരക്കുമ്പോൾ ഇന്നലെ എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ട് കുഴമ്പൊക്കെ തേച്ച് ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയെന്നാണ് മുത്തശ്ശി പറയുന്നത്. ഇത് കേട്ട് വാസപ്പൻ ആകെ ഭയന്നു പോകും. വാസപ്പൻ പറയുന്നത് ആ നാട്ടുകാർ വളരെ ഭയത്തോടെയാണ് കേട്ടിരുന്നത്. എന്നാൽ ശ്യാമും ഫ്രണ്ട്സും ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. വാസപ്പൻ കണ്ടത് കൂളിയാണെന്നാണ് അമ്പലത്തിലെ പൂജാരി പറയുന്നത്. കൂളിയുടെ വരത്തുപോക്ക് സമയത്താകണം വാസപ്പൻ അവിടെ ചെന്നതെന്നും അയാൾ പറയും. നെക്സ്റ്റ് ഡേ മോർണിംഗ് ശ്യാമിന്റെ അടുത്തുള്ള വീട്ടിലെ ഒരു സ്ത്രീ മുറ്റമടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവരുടെ വീടിന്റെ ചുമരിലേക്ക് നോക്കി വല്ലാതെ ഭയപ്പെടുന്നു. ഇതറിഞ്ഞിട്ട് നാട്ടുകാർ നോക്കുമ്പോൾ ആ സ്ത്രീയുടെ വീടിന്റെ ചുമരിൽ കോഴിത്തല തൂക്കിയിട്ടിരിക്കുന്നതും എന്തോ ആഭിചാരം നടത്തിയതുമായി കാണുന്നു. ഇതുകൂടി കാണുമ്പോൾ എല്ലാവരും ആകെ കൺഫ്യൂസ്ഡ് ആകും. അവിടെ സീൻ കട്ട് ചെയ്ത് ധന്യ ശ്യാമിനോട് ഇന്ന് എന്റെ അച്ഛനും അമ്മയും റിലേറ്റീവ്സിനെ വീട്ടിൽ പോകുകയാണെന്നും വീട്ടിൽ ഞാനും വല്യച്ഛനും മാത്രമേ ഉണ്ടാകൂ, നീ രാത്രി വരണമെന്നും പറയുന്നു. ഇത് കേട്ട് ശ്യാമിന്റെ മുഖത്ത് ചെറിയൊരു ടെൻഷനുണ്ട്. ആ ടെൻഷന്റെ കാരണം ശ്യാമിന് ഇരുട്ട് പേടിയാണ്. ഇത് അവനും അവന്റെ അമ്മയ്ക്കും മാത്രമേ അറിയൂ. ശ്യാമിന് എങ്ങനെയാണ് ഇരുട്ട് പേടിയായതെന്ന് ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നു. ശ്യാമിന്റെ അമ്മ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ശ്യാമിനെ നോക്കാൻ ഏൽപ്പിക്കുന്നത് ജ്യോതി എന്നൊരു പെൺകുട്ടിയുടെ അടുത്താണ്. ശ്യാമിന്റെ അച്ഛനും അമ്മയും തറവാട്ടിലേക്ക് പോകുന്നതിന് മുൻപായി ശ്യാമിനെ ജ്യോതിയുടെ അടുത്ത് ഏൽപ്പിക്കും. ശ്യാമിന് ജ്യോതിയേച്ചിയോട് വളരെ സ്നേഹമായിരുന്നു. കൂളി വന്ന് പിടിക്കുമെന്ന് പറഞ്ഞാണ് അമ്മ എനിക്ക് ചോറ് തരുന്നതെന്നും കൂളി ശരിക്കും കുട്ടികളെ പിടിക്കുമോ എന്നൊക്കെ ശ്യാം ജ്യോതി ചേച്ചിയോട് ചോദിക്കുന്നു. കുഞ്ഞു കുട്ടികളെ കൂളി ഒന്നും ചെയ്യില്ലെന്നും ഇരുട്ട് വീഴുമ്പോൾ നമ്മളെ പിടിക്കാൻ വരുന്ന ദുഷ്ടൻ
കള്ളന്മാരെയാണ് കൂളി പിടിക്കുന്നതെന്നും പോക്കുവരവ് സമയത്ത് കൂളിയുടെ മുന്നിൽ ആരെങ്കിലും അകപ്പെട്ടാൽ അവരെ വെളുക്കുവോളം കൂളി വഴിതെറ്റിച്ച് നടത്തുമെന്നാണ് ജ്യോതി ചേച്ചി പറയുക. ജ്യോതി ചേച്ചി ഇവിടെ നിന്നും കല്യാണം കഴിച്ച് പോകുകയാണെന്ന് അമ്മ പറഞ്ഞെന്നും ജ്യോതി ചേച്ചി പോയാൽ ആരാണ് എനിക്ക് ചോറ് വാരിക്ക് തരികയെന്നും ശ്യാം ചോദിക്കുമ്പോൾ ജ്യോതി ചേച്ചി എവിടെ പോയാലും എന്റെ മോന് ചോറ് വാരിത്തരാൻ ഞാൻ പറന്നു വരുമെന്ന് പറഞ്ഞ് ശ്യാമിനോട് അവൾ സത്യം ചെയ്യുന്നു. ചോറ് കഴിക്കും മോനെ എന്ന് പറഞ്ഞ് ജ്യോതി ചേച്ചി ചോറ് ശ്യാമിന് കൊടുക്കാൻ ശ്രമിക്കുന്നു. ശ്യാം ചോറ് വേണ്ടെന്ന് പറഞ്ഞ് ഓടിക്കളിക്കുകയും ചെയ്യും. ഇപ്പോഴാണ് ശ്യാമിന്റെ അമ്മ വരിക. അമ്മ കാണുന്നത് തീ കൊളുത്തി മരിച്ച ജ്യോതിയുടെ ഡെഡ് ബോഡി നാട്ടുകാർ പുറത്തേക്ക് എടുക്കുന്നതാണ്. പെട്ടെന്ന് റിയാലിറ്റി തിരിച്ചറിഞ്ഞ ശ്യാം ആകെ പകച്ചു പോകും. ജ്യോതിയേച്ചി മരിച്ചെങ്കിൽ പിന്നെ ആരാണ് ചോറുമായി തന്റെ ഒപ്പം നടന്നതെന്ന് അവൻ ചിന്തിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് ടൈം കാണിക്കും. പെട്ടെന്ന് കറണ്ട് പോകുകയും ശ്യാം ഒരു എമർജൻസി ലൈറ്റ് ഓൺ ആക്കുകയും ചെയ്യും. പക്ഷെ എമർജൻസി ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആകുകയും ആരോ ശ്യാം എന്ന് വിളിക്കുകയും ചെയ്യും. ജനലിലൂടെ ജ്യോതിയേച്ചി വന്ന് മോനെ ഒരു ഉരുള ചോറ് കഴിക്കുന്ന പറഞ്ഞ് ശ്യാമിന് നേരെ നീട്ടുന്നു. മുഖമൊക്കെ കത്തിക്കരിഞ്ഞ് ആകെ വിരൂപരൂപമായി നിൽക്കുന്ന ജ്യോതിയെ കണ്ട് ശ്യാം നിലവിളിക്കുന്നു. പെട്ടെന്ന് കറണ്ട് വരികയും ആ രൂപം മാഞ്ഞു പോകുകയും ചെയ്യും. ഇതാണ് ശ്യാമിന്റെ പ്രശ്നം. ഇരുട്ടായാൽ അവന്റെ അടുത്ത് ജ്യോതി ചേച്ചി വരുന്നതായി അവന് തോന്നും. സോ ധന്യയുടെ വീട്ടിലേക്ക് അവൻ പോകില്ല. അവിടെ സീൻ കട്ട് ചെയ്ത് കുട്ടപ്പൻ എന്നൊരാളെ കാണിക്കും. നൈറ്റ് നന്നായി കള്ളു കുടിച്ച് വീട്ടിലേക്ക് നടന്നു വരുന്നതിനിടയിൽ കുട്ടപ്പൻ കുതിരക്കാലുകളുള്ള ആ ഭീകര രൂപത്തെ കാണുന്നു. അയ്യോ കുതിരക്കാലൻ എന്ന് പറഞ്ഞ് കുട്ടപ്പൻ അലറി വിളിക്കുന്നത് കാണിക്കും. നീ രാത്രിയിൽ വിളിച്ചിട്ടും അവൻ വന്നില്ലല്ലേ, അവൻ നിന്നെ ചതിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിദ്യ ധന്യയെ ചൂടാക്കുന്നുണ്ട്. ഈ സമയത്ത് കറക്റ്റായി ശ്യാം അങ്ങോട്ട് വരുന്നു. രാത്രി ഞാൻ വരാതിരുന്നതിന് സോറി എന്നൊക്കെ പറഞ്ഞ് അവളെ കൺവിൻസ് ചെയ്യാൻ അവൻ ശ്രമിക്കും. ഇന്നലെ നൈറ്റ് എന്റെ ഒരു റിലേറ്റീവ് മരിച്ചെന്നും മോർച്ചറിയിൽ നിൽക്കാൻ ധൈര്യമുള്ള ഒരാൾ വേണമായിരുന്നെന്നും ആരും അതിന് തയ്യാറാകാതിരുന്നതിനാൽ ഞാനാണ് മോർച്ചറിയിൽ നിന്നതും എന്നൊക്കെയുള്ള നുണകൾ പറഞ്ഞ് ഒരു വിധേന അവൻ തന്നെ കൺവിൻസ്ഡ് ആക്കുന്നു. ശ്യാമിന്റെ ധൈര്യം കണ്ട അവൾ അത്ഭുതപ്പെടുന്നുണ്ട്. നിന്നെ കാണാൻ വരാതിരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ടെന്നും ശ്യാം പറയുമ്പോൾ നീ വിഷമിക്കേണ്ട, അച്ഛനും അമ്മയും 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, സോ ഇന്ന് രാത്രി നീ വരാനും പറഞ്ഞ് ധന്യ പോകും. താൻ ആകെ പെട്ടല്ലോ എന്നോർത്ത് ശാഖ ആകെ കൺഫ്യൂസ്ഡ് ആകുന്നു. ധന്യയുടെ അടുത്ത് നിന്ന് ശ്യാമും ഫ്രണ്ട്സും പേടിച്ചരണ്ടിരിക്കുന്ന കുട്ടപ്പനെ കാണാനെത്തും. രാത്രി തനിക്ക് നടന്ന കാര്യങ്ങളൊക്കെ കുട്ടപ്പൻ അവരോട് പറയുന്നു. ആ കുതിരക്കാലിനെ കണ്ടതിൽ പിന്നെ ആകെ വിയേഡായ രീതിയിലായിരുന്നു കുട്ടപ്പൻ പെരുമാറിയത്. ജ്യോതിയേച്ചിയുടെ പ്രേതം ഒരു വശത്ത്, മറുവശത്ത് കുതിരക്കാരൻ. താൻ എങ്ങനെ ധന്യയെ നൈറ്റ് മീറ്റ് ചെയ്യുമെന്ന വലിയ പ്രശ്നത്തിലായിരുന്നു ശ്യാം. എന്നാൽ ഈ കുതിരക്കാലൻ എന്നത് പറ്റിക്കലാണെന്നും ആരോ നാട്ടുകാരെ പറ്റിക്കുന്നതാണെന്നും പറഞ്ഞ് കുറച്ച് നാട്ടുകാർ രാത്രിയിൽ ആ കുതിരക്കാലിനെ പിടിക്കണമെന്ന് തീരുമാനിക്കുകയും അതിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു. പന്തവും വടിയുമൊക്കെയായി ഒരു 4-5 പേർ കുതിരക്കാലിനെ പിടിക്കാനായി ഇറങ്ങും. എന്നാൽ കുതിരക്കാലൻ വലിയ രീതിയിൽ അവരെ ഭയപ്പെടുത്തുകയും അടിച്ചോടിക്കുകയുമാണ് ചെയ്യുക. ഇത് കൂളി തന്നെയാണെന്ന് അവരും വിശ്വസിക്കുന്നു. എന്നാൽ ധന്യയാകട്ടെ ശ്യാം അന്ന് രാത്രിയിലും വരാത്തതിനാൽ ശ്യാമിനോട് നല്ല രീതിയിൽ കലിപ്പിലാകുകയും അവനെ മൈൻഡ് ചെയ്യാതെ പോകുകയും ചെയ്യും. ഇങ്ങനെ പോയാൽ ധന്യയെ തനിക്ക് നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി ശ്യാം തന്റെ പ്രശ്നങ്ങൾ, അതായത് ഇരുട്ടിനെ തനിക്ക് പേടിയാണെന്നും ജ്യോതിയേച്ചിയുടെ രൂപത്തെ കാണുന്നതുമായ കാര്യങ്ങൾ അവന്റെ ഫ്രണ്ട്സിനോട് പറയും. ഇന്ന് നൈറ്റെങ്കിലും ധന്യയെ കാണാനുള്ള ഒരു വഴി പറഞ്ഞു തരണമെന്നും പറയും. ശ്യാം ഒരു ധൈര്യശാലിയാണെന്നാണ് ഫ്രണ്ട്സ് പോലും വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴാണ് ശ്യാമിന്റെ യഥാർത്ഥ രൂപം അവർക്ക് മനസ്സിലാകുന്നത്. നിനക്ക് ഇരുട്ടായാലല്ലേ പ്രശ്നമുള്ളൂ, ഇരുട്ടുന്നതിന് മുൻപ് തന്നെ പോയി നീ അവളുടെ വീടിന് പുറകിലുള്ള ചായപ്പിൽ ഒളിച്ചിരിക്കണം. രാത്രി കഴിഞ്ഞാൽ അവളുടെ അടുത്തേക്ക് പോകാൻ ഇത് മാത്രമേ വഴിയുള്ളൂ എന്നും രാജേഷ് പറയും. ഈ ഐഡിയ ശ്യാമിനും ഇഷ്ടമാകും. രാജേഷ് പറഞ്ഞതുപോലെ ഒരു ടോർച്ചുമായി ധന്യയുടെ വീടിന് പുറകിലായി അവൻ ഒളിച്ചിരിക്കുന്നു. എന്നാൽ രാത്രിയാകുന്നതേ കറണ്ട് പോകുകയും ടോർച്ച് ഓൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ ഓൺ ആകാതെയും വരുന്നു. എന്നത്തെയും പോലെ ജ്യോതിച്ചിയുടെ രൂപം വരികയും മോനെ ഒരുരുള്ള ചോറ് കഴിക്കട എന്ന് പറഞ്ഞ് അവന് നേരെ ചെല്ലുകയും ചെയ്യും. പെട്ടെന്ന് ടോർച്ച് ഓൺ ആകുകയും ജ്യോതിച്ചിയുടെ രൂപം മാഞ്ഞു പോകുകയും ചെയ്യുന്നു. രക്ഷപ്പെട്ടെന്ന് ഓർക്കുമ്പോഴാണ് ആരോ മേൽക്കൂരയുടെ മുകളിലൂടെ നടക്കുന്ന ശബ്ദം ശ്യാം കേൾക്കുക. പെട്ടെന്ന് ആ കുതിരക്കാലൻ പുരമുകളിൽ നിന്നും ചാടിയിറങ്ങും. ഇത് കണ്ടത് ശ്യാമിന്റെ ബോധം പോകുന്നു. ശ്യാം വരുമെന്ന പ്രതീക്ഷയിൽ ധന്യയിരിക്കുമ്പോഴാണ് ആരോ ഡോറിൽ തട്ടുക. അത് തീർച്ചയായും ശ്യാം ആകുമെന്ന് കരുതി ലൈറ്റുമായി ധന്യ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുതിരക്കാലൻ അവളെ വാച്ച് ചെയ്തുകൊണ്ട് ആ വീടിന് മുകളിലേക്ക് ചാടി കയറുന്നത് കാണിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് ചായപ്പിൽ കിടന്ന ശ്യാമിന് ബോധം തെളിയുന്നത്. ബോധം തെളിഞ്ഞ ഉടനെ ആരും കാണാതെ ശ്യാം അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു. എന്നാൽ കുറച്ച് പ്രശ്നമുണ്ട്, നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് രാജേഷ് ശ്യാമുമായി ഹോസ്പിറ്റലിൽ എത്തും. ഒന്നും മനസ്സിലാകാതെ ശ്യാം അകത്തേക്ക് ചെല്ലുമ്പോൾ ധന്യ ശരീരത്ത് മുഴുവൻ പരിക്കുകളുമായി അവിടെ ഉണ്ടാകും. അന്ന് നൈറ്റ് സംഭവിച്ചത് ധന്യ അവനോട് പറയുന്നു. ഇന്നലെ നീ എന്റെ വീട്ടിൽ വന്നോ എന്ന് എനിക്കറിയില്ല, എന്നാൽ നിനക്ക് വേണ്ടിയാണ് ഞാൻ വാതിൽ തുറന്നത്. പക്ഷെ ആ കുതിരക്കാരൻ അകത്തേക്ക് കയറുകയും അവളെ അടിച്ചു വീഴ്ത്തുകയും നഖം കൊണ്ട് ശരീരം മുഴുവൻ മാന്തി കീറുകയും ചെയ്യും. പക്ഷെ പെട്ടെന്ന് അവളുടെ വല്യച്ഛൻ വരുന്നത് കണ്ട് കുതിരക്കാരൻ ചാടി മറഞ്ഞു പോയെന്നും അവൾ പറയും. എന്നെ ഉപദ്രവിച്ച അവനെ എനിക്ക് വേണം, അവനെ എന്റെ അടുത്തെത്തിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ എന്നും ധന്യ ചോദിക്കും. എന്നെ ധന്യ ഉപദ്രവിച്ച അവനെ ഞാൻ പിടിക്കുമെന്ന് ശ്യാം അവൾക്ക് ഉറപ്പ്
ഉറപ്പ് നൽകുന്നു. ഈ സമയം ആ കുതിരക്കാലിനെ കാണിക്കും. ആക്ച്വലി അതൊരു മനുഷ്യനായിരുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് പ്രസാദ് എന്നൊരു കോൺസ്റ്റബിളിനെ കാണിക്കുന്നു. ആ നാട്ടിലെ കുതിരക്കാലിനെ കുറിച്ച് അന്വേഷിക്കാനായിരുന്നു അയാൾ എത്തിയത്. എനിക്ക് രാത്രി എന്ന് കേട്ടാലേ പേടിയാണ്. അപ്പോഴാണ് കുതിരക്കാലിനെ പിടിക്കാൻ പോകുന്നത്. എന്ത് ചെയ്യണമെന്നൊക്കെ ശ്യാം ഫ്രണ്ട്സിനോട് പറയുന്നു. നമ്മുടെ ഭയത്തെ നമ്മൾ അതിജീവിക്കണമെന്നും അത് നേർക്കുനേർ ഫേസ് ചെയ്യണമെന്നൊക്കെയാണ് അവന്റെ ഫ്രണ്ട്സ് അവന് അഡ്വൈസ് നൽകുന്നത്. ഇന്ന് നൈറ്റ് തന്നെ കുതിരക്കാലിനെ പിടിക്കണമെന്നും അവന്റെ ഫ്രണ്ട്സ് പറയുന്നു. അതിനായി അവർ രാത്രി കുതിരക്കാലിനെ തപ്പി നടക്കുന്നതിനിടയിൽ അവിടെ ഒരു പശുക്കുട്ടിയുടെ അനക്കം കേട്ട് ശ്യാം പേടിച്ച് ഓടിപ്പോകുകയും ചെയ്യും. അവർ പോയതിനു ശേഷം ആ കുതിരക്കാലൻ ആ പശുക്കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് കാണിക്കും. എന്നാൽ നെക്സ്റ്റ് ഡേ ആറ്റിൽ ആ പശുക്കുട്ടി ചത്തുപൊങ്ങുന്നു. എങ്ങനെയെങ്കിലും ധന്യയ്ക്ക് വേണ്ടി കുതിരക്കാലിനെ പിടിക്കണമെന്ന് ശ്യാമിനുണ്ട്. എന്നാൽ പേടി കാരണം ഒന്നും പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൻ. ഇതിനെക്കുറിച്ച് ശ്യാം ഫ്രണ്ട്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ധന്യ അവനെ മീറ്റ് ചെയ്യാനായി ആ വായനശാലയിലേക്ക് വരുന്നത്. നീ ഇതുവരെ അവനെ പിടിച്ചില്ലല്ലോ എന്ന് ധന്യ പറയുമ്പോൾ രാത്രി ഈ നാട് മുഴുവൻ ഞങ്ങൾ അവനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും ശ്യാം പറയും. എങ്കിൽ ശരി, ഇന്ന് രാത്രി അവനെ പിടിക്കാൻ ഞാൻ കൂടി നിന്റെ ഒപ്പം വരുന്നുണ്ടെന്ന് അവൾ പറയുന്നു. അവൾ വന്ന തനിക്ക് ഇരുട്ട പേടിയാണെന്ന് അവൾ മനസ്സിലാക്കുമെന്ന് ഉറപ്പുള്ള ശ്യാം ഹെവി റിസ്ക് പരിപാടിയാണ്, പ്ലാൻ പോലും ആയിട്ടില്ലെന്നും പറഞ്ഞ് ശ്യാം അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയാണെന്നും ഞാൻ കൂടെ വരികയാണെന്നും പറഞ്ഞ് അവൾ വാശി പിടിക്കുമ്പോൾ ശരി ശരി പ്ലാൻ ആക്കിയിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഒരു വിധേന അവളെ അവൻ പറഞ്ഞു വിടും. അവൾ പോയതിനു ശേഷം അവളെ ഇതിൽ നിന്നും ഒഴിവാക്കിയില്ലെങ്കിൽ എനിക്ക് ഇരുട്ടിനെ പേടിയാണെന്ന് അവൾ മനസ്സിലാക്കുമെന്നും ശ്യാം പറയുന്നു. ഇരുട്ടിനെ പേടിയായതിനാൽ രാജേഷിന്റെ ഓട്ടോയിൽ നിറ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് ധന്യയുമായി അവർ നൈറ്റ് ആ കുതിരക്കാലിനെ തിരഞ്ഞിറങ്ങും. അവിടെ അവർ ആ കോൺസ്റ്റബിളിനെയും കാണുന്നുണ്ട്. അവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ കുതിരക്കാലൻ സ്പീഡിൽ ചാടിപ്പോകുന്നത് അവർ കാണുന്നു. ശ്യാമിന്റെ ഫ്രണ്ട്സും കോൺസ്റ്റബിളും കൂടി അയാളെ പിടിക്കാനായി പുറകെ ഓടും. എന്നാൽ പേടി കാരണം ശ്യാമിന് പുറകെ പോകാനും പറ്റില്ല. ധന്യ എന്ത് വിചാരിക്കുമെന്നും അവൻ ചിന്തിക്കും. ആകെ പേടിയോടെ നിൽക്കുന്ന ശ്യാമിന്റെ നേരെ ആ കുതിരക്കാലൻ വരികയും അവനെ പേടിപ്പിച്ച് ഓടിപ്പോകുകയും ചെയ്യും. ഒന്നും നിലവിളിക്കാൻ പോലും കഴിയാതെ ശ്യാം നിൽക്കുമ്പോൾ നീ എന്താ അവരുടെ ഒപ്പം പോകാത്തതെന്നും എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയല്ലേ നീ എന്റെ ഒപ്പം നിൽക്കുന്നതെന്നും അവൾ ചോദിക്കും. അത് എന്നും അവൻ പറയുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഞാൻ ഇല്ലെന്ന് അവൾ പറയും. നീ സേഫായി വീട്ടിലിരിക്കാനും അവനെ പിടിച്ച് നിന്റെ കാൽച്ചുവട്ടിൽ ഞാൻ കൊണ്ടുവന്ന് തരുമെന്നും ശ്യാം പറയും. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗിൽ അവരെല്ലാവരും ആ പരിസരം നന്നായി സെർച്ച് ചെയ്യുന്നുണ്ട്. കാരണം ആ കുതിരക്കാലൻ എന്തെങ്കിലും തെളിവുകൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി. എന്നാൽ അവർ ശ്രദ്ധിക്കാതെ ഒരു മദ്യക്കുപ്പി അവിടെ കിടപ്പുണ്ടായിരുന്നു. ഒരു സർക്കസ് സൈക്കിൾ യജ്ഞക്കാരനെ പറ്റി കുട്ടപ്പൻ ശ്യാമിനോട് പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സർക്കസുകാരൻ വന്നിരുന്നെന്നും ഭാര്യയും മകളും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നെന്നും അയാൾ വന്നതിനു ശേഷം മോഷണങ്ങൾ പെരുകിയതോടെ നാട്ടുകാർ അവനെ കൈയോടെ പൊക്കിയെന്നും പറയും. അതോടെ അയാൾ നാട് തന്നെ വിട്ടുപോയെന്നും കുട്ടപ്പൻ പറയുന്നു. ചിലപ്പോൾ ഈ കുതിരക്കാലൻ ആ സർക്കസുകാരൻ ആയിരിക്കുമോ എന്നും പകരം ചോദിക്കാനായി അയാൾ വന്നതാകുമോ എന്നൊരു സംശയവും ശ്യാമിനുണ്ടാകുന്നു. തന്റെ കൂട്ടുകാരോടും ഇതിനെപ്പറ്റി പറഞ്ഞ് അവരുടെ ഗ്രാമത്തിൽ നിന്നും 8 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു സർക്കസിലേക്കും അവർ പോകുന്നു. അവിടെ ചെന്ന് അവർ അന്വേഷിക്കുമ്പോൾ ഹൈറ്റ് കുറഞ്ഞ ഒരു സൈക്കിൾ യജ്ഞക്കാരനെ കുറിച്ച് അവർക്ക് അറിയാൻ സാധിക്കും. ചെറുപ്പം മുതലേ അവന് ഹൈറ്റ് കുറവായതിനാൽ പലരും അവനെ കളിയാക്കിയിരുന്നു. പകൽ സമയത്ത് അവൻ ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. എന്നാൽ രാത്രിയാകുമ്പോൾ ചാത്തനെ പോലെ വേഷം ധരിച്ച് തന്നെ കളിയാക്കിയവരെയെല്ലാം അവൻ പേടിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. മറ്റുള്ളവരെ പേടിപ്പിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളായിരുന്നു അവനെന്നും ആ സർക്കസിലെ ആൾ അവരോട് പറയുന്നു. അവരെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ഹൗസ് ഓണറിന്റെ മകളെ അവൻ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും കുതിരക്കാലുകൾ വെച്ച് കെട്ടിയാണ് അവൻ നടക്കുന്നതെന്നും കൂടി അയാൾ അവരോട് പറയും. അയാളുടെ ഫോട്ടോ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് ശ്യാമും കൂട്ടരും ആ ഫോട്ടോ നാട് മുഴുവൻ ഒട്ടിക്കുന്നുണ്ട്. ശ്യാം ഇത്രയൊക്കെ ചെയ്തിട്ടും ധന്യ അവനെ മൈൻഡ് ചെയ്യാതെ കോളേജിലേക്ക് പോകും. പുറകെ ചെല്ലുന്ന ശ്യാമിനോട് ഇനി ഈ ബന്ധം മുന്നോട്ട് പോകില്ലെന്നും എനിക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ടെന്നും ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചെന്നും അവൾ പറയും. ഇത് കേട്ട ഷോക്ക്ഡായി നിൽക്കുന്ന അവനോട് നീ എന്നെ ഇത്രയും നാൾ പറഞ്ഞു പറ്റിക്കുകയായിരുന്നെന്നും നമ്മുടെ പ്രണയത്തിന് സത്യമില്ലായിരുന്നെന്നും അവൾ പറയും. അന്ന് നൈറ്റ് വായനശാലയിൽ വന്ന് തിരിച്ചു പോകാൻ ഞാൻ ഇറങ്ങുമ്പോൾ നിനക്ക് ഇരുട്ട് പേടിയാണെന്ന് നീ നിന്റെ ഫ്രണ്ട്സിനോട് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ നീ അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചു. അന്ന് കുതിരക്കാലിനെ പിടിക്കാനായി നിന്റെ ഒപ്പം വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായെന്നും അവൾ പറയും. ഒരു തവണയെങ്കിലും നീ എന്നോട് സത്യസന്ധമായി നിന്നിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തേനെയെന്നും സോ ഇനി നീ എന്നെ മറന്നേക്കാനും പറഞ്ഞ് അവൾ പോകും. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ലൈബ്രറിയുടെ ചുമരിൽ ആ കുതിരക്കാരൻ തമിഴിൽ എഴുതിയിരിക്കുന്നത് രാജേഷ് വായിക്കുന്നു. എനിക്ക് ഒരു നാട്ടിലും എതിരാളികൾ ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇവിടെ ദൈവത്തിന് പോലും അറിയാത്ത എന്റെ മുഖം നിങ്ങൾ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചിരിക്കുന്നു. സോ എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഈ കളി ഇനി തുടരാമെന്നും എഴുതിയിരിക്കുന്നു. അങ്ങനെ ധന്യയിലൂടെ വലിയ പണിയായിരുന്നു ശ്യാമിനും ഫ്രണ്ട്സിനും കിട്ടിയത്. ആ കുതിരക്കാലൻ രാത്രി രാജേഷിന്റെ വീട്ടിലേക്ക് പടക്കമെറിയുന്നുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണാൻ അവർ ശ്രമിക്കുമ്പോഴാകട്ടെ പ്രണയ നൈരാശ്യത്തിലായിരുന്നു ശ്യാം ഫ്രണ്ട്സിനൊപ്പം നടക്കാതെ വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. രാജേഷും അണ്ണനും കൂടി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് അണ്ണനെ ആ കുതിരക്കാലൻ നന്നായി അറ്റാക്ക് ചെയ്യുന്നു. ഈ കാര്യം രാജേഷ് ശ്യാമിനോടും പറയുന്നു. ഇനിയും നീ ഇങ്ങനെ വീട്ടിലിരിക്കാനാണ് പ്ലാനെങ്കിൽ ആ കുതിരക്കാലിന്റെ കൈകൊണ്ട് നമ്മൾ മരിക്കുമെന്നും ശ്യാമിനോട് രാജേഷ് പറയുന്നുണ്ട്. സോ ആ കുതിരക്കാലിനെ പിടിച്ചാലേ തങ്ങൾക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയൂ എന്ന് ശ്യാമിനും മനസ്സിലാകും. അന്ന് രാത്രി ശ്യാമിന്റെ അമ്മയെയും ആ കുതിരക്കാരൻ ആക്രമിക്കുന്നു. ഇനി അവനെ പിടിക്കണമെന്ന് തീരുമാനിച്ച് നിന്നെ ഞങ്ങൾ പിടിക്കുമെന്ന് അവരും അവനായി ആ ലൈബ്രറിയുടെ ഭിത്തിയിൽ എഴുതി വെക്കുന്നു. എന്നാൽ അന്ന് രാത്രി തന്നെ കുതിരക്കാരൻ ആ ലൈബ്രറിക്ക് തീയിടും. ലൈബ്രറി കത്തുന്നത് കണ്ട് ഒരു സൈക്കോയെ പോലെ കുതിരക്കാരൻ ചിരിക്കുന്നത് കാണിക്കും. അവിടെ സീൻ കട്ട് ചെയ്ത് ധന്യ വിവാഹം കഴിക്കാനിരിക്കുന്ന ഇൻസ്പെക്ടർ ആ നാട്ടിലെ സ്റ്റേഷനിലെത്തുന്നു. തന്റെ ഭാവി വധുവിനായി ആ കുതിരക്കാരനെ പിടിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്നും അയാൾ ആ നാട്ടുകാരോട് പറയും. ആ കുതിരക്കാരൻ മറ്റുള്ളവരെ പേടിപ്പിച്ച് അതിന് സന്തോഷം കണ്ടെത്തുന്നവനാണ്. അയാൾക്ക് മറ്റുള്ളവരെ പേടിപ്പിക്കണമെങ്കിൽ അതിനു മുൻപായി മദ്യം കഴിക്കുന്ന ശീലമുണ്ടെന്നും ഇൻസ്പെക്ടർ ധന്യയോട് പറയുന്നുണ്ട്. ശരി, നിങ്ങൾ എങ്ങനെയാണ് അവനെ പിടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതെന്ന് ധന്യ ചോദിക്കുമ്പോൾ 3 ദിവസം കൂടുമ്പോഴാണ് അയാൾ നാട്ടിലിറങ്ങുകയും ഓരോരുത്തരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത്. മദ്യപിക്കാതെ അയാൾ രാത്രി പുറത്തിറങ്ങാറുമില്ല. സോ ഈ നാട്ടിലെ ബിവറേജ് 3 ദിവസത്തേക്ക് അടച്ചിടും. മദ്യം കിട്ടാനായി അവൻ ബിവറേജിനകത്ത് കയറും. ഈ സമയം ഞങ്ങൾ അവനെ പിടിക്കുമെന്നും ഇൻസ്പെക്ടർ പറയും. ഐഡിയ കൊള്ളാമെന്നും ധന്യ പറയുന്നുണ്ട്. കുതിരക്കാരനായി ഇൻസ്പെക്ടർ ആ ബിവറേജിന് മുന്നിലായി കാവലിരിക്കും. എന്നാൽ കുതിരക്കാരൻ മദ്യത്തിനായി എത്തുന്നത് ആ എക്സ് മിലിറ്ററിക്കാരനായ വാസപ്പന്റെ വീട്ടിലായിരുന്നു. അവൻ വാസപ്പന്റെ വീട്ടിൽ തന്നെ എത്തുമെന്ന് മനസ്സിലാക്കി ശ്യാം ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ചേർന്ന് കുതിരക്കാരനെ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും അവരെ അടിച്ചു നിരത്തി അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അവരെല്ലാവരും അവന്റെ പുറകെ ഓടുമ്പോൾ ശ്യാം ആകട്ടെ രാജേഷിന്റെ ഓട്ടോയിലാണ് കുതിരക്കാരനെ തിരഞ്ഞിറങ്ങുന്നത്. എന്നാൽ ആ കുതിരക്കാരൻ ആ ഓട്ടോയുടെ പുറകിൽ പിടിച്ചിരിപ്പുണ്ടാകും. അവൻ ഓട്ടോയുടെ മുകളിൽ കയറുകയും കുതിരക്കാരനെ കണ്ട് പേടിച്ച് ഓട്ടോയുടെ ബാലൻസ് തെറ്റി ഓട്ടോ മറിയുകയും ചെയ്യുന്നു. ഓട്ടോയിൽ നിന്ന് ശ്യാം രക്ഷപ്പെട്ടിറങ്ങുമ്പോൾ ജ്യോതിയുടെ ആ ഭീകര രൂപം പതിവ് പോലെ ചോറുമായി എത്തും. മോനെ ഒരുരുള ചോറ് കഴിക്കെന്ന് പറഞ്ഞ് അവന് നേരെ നീട്ടുന്നു. പേടിയെ മറികടക്കണമെന്ന ചിന്തയിൽ അവൻ ജ്യോതിയേച്ചിയെ കണ്ട് പേടിക്കുന്നുണ്ടെങ്കിലും അവന് നേരെ അവൾ നീട്ടുന്ന ചോറ് അവൻ കഴിക്കുന്നു. അവനത് കഴിക്കുന്നത് കണ്ട് സന്തോഷത്തോടെ ആ ഭീകര രൂപം മറഞ്ഞു പോകും. ആ ചോറ് കഴിച്ചതോടെ അവൻ ഒരു പ്രത്യേക ധൈര്യം ലഭിക്കുന്നു. ആ കുതിരക്കാരനുമായി നല്ല രീതിയിൽ അവൻ ഫൈറ്റ് ചെയ്യും. ഒരവസരത്തിൽ കുതിരക്കാരൻ ഓടാൻ ശ്രമിക്കുമ്പോൾ ശ്യാം പുറകെ ഓടുന്നു. ആ ഫൈറ്റിനൊടുവിൽ നാട്ടുകാർ ഓടിക്കൂടുകയും കുതിരക്കാരൻ ഒരു തെങ്ങിന്റെ മുകളിൽ കയറി ഒളിക്കുകയും ചെയ്യും. അവനെ പിടിക്കാനായി ആ കോൺസ്റ്റബിൾ തെങ്ങിന് മുകളിലേക്ക് കയറുമ്പോൾ ആ നാടിന്റെ കാവൽ ദൈവമായ കൂളി പറന്നു വരികയും കൂളിയെ കണ്ട് പേടിച്ച് കുതിരക്കാരൻ തെങ്ങിൽ നിന്ന് താഴെ വീഴുകയും ചെയ്യും. താഴെ വീണ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എക്സ് മിലിറ്ററിക്കാരനായ വാസപ്പൻ അവന്റെ കാലിന് ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ആ നാടിന്റെ പേടി സ്വപ്നമായ കുതിരക്കാലിനെ പിടിക്കുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത നൈറ്റ് ശ്യാമിന്റെ വീട് കാണിക്കും. ഈ നാടിന് ഒരാപത്തുണ്ടായാൽ കാവൽ ദൈവമായ കൂളി അവതരിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. എന്നാൽ കുതിരക്കാലന്റെ കാര്യം കൂളി വന്നോ എന്നെനിക്കറിയില്ല. കുതിരക്കാലൻ എന്റെ ഒരു ശത്രുവായിരുന്നില്ല. എന്നാൽ അവൻ കാരണം ജ്യോതിച്ചി എന്ന എന്റെ ഏറ്റവും വലിയ ശത്രുവിനെ ഞാൻ ജയിച്ചെന്നും ശ്യാമു പറയും. പേടി, അതിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ പേടിച്ച് മരിക്കുക, അല്ലെങ്കിൽ പേടിയില്ലാതെ ജനിക്കുക. പെട്ടെന്ന് അവിടെ കറണ്ട് പോകുകയും ശ്യാം എന്ന് ജ്യോതിജി വിളിക്കുന്നതോടെ ശ്യാം അലറിക്കരയുന്നത് കാണിച്ചാണ് ഈ മൂവിയും അവസാനിക്കുന്നത്. ഈ സിനിമയും ഇതിന്റെ കഥയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു കഥയുമായി കാണാം. ടാറ്റ.